ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് പറയുന്നത് ഈ വെയിറ്റ് ലോസ് സംഭവങ്ങളാണ്. പ്രത്യേകിച്ച് ഈ BMI റേഷ്യോ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ വളരെ തട്ടിപ്പാണ്. എന്താ പറയുക, ഒരു മിത്ത അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിക്കുന്നൊരു പരിപാടിയാണ്. പല ആൾക്കാരും ഈ BMI റേഷ്യോ നോക്കിയിട്ട് ഞാൻ ഓവർ വെയിറ്റ് ആണെന്ന് വിചാരിക്കും. എന്നിട്ട് വിചാരിക്കും ഞാൻ അൺഹെൽത്തി ആണെന്ന് വിചാരിക്കും. ചില ആൾക്കാർ വിചാരിക്കും എൻ്റെ വെയിറ്റ് BMI റേഷ്യോയുടെ അണ്ടറിലാണ്, അപ്പോൾ ഞാൻ ഹെൽത്തി ആണെന്ന് വിചാരിക്കും. ഇതൊക്കെ തട്ടിപ്പാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാവരുടെയും ജെനറ്റിക്സ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ചില ആൾക്കാർ ഓവർ വെയിറ്റ് ആയി നമുക്ക് തോന്നിയാലും അവരായിരിക്കും ഹെൽത്തി പേഴ്സൺ. ചില ആൾക്കാർ ഈ BMI റേഷ്യോയിലുള്ള എന്താ പറയുക, ഈ വെയിറ്റ് ബോഡി മാസ് ഇൻഡെക്സ്, ഹൈറ്റ് ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ നോർമലാണെങ്കിലും അവർ അൺഹെൽത്തി ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ നോക്കിയാൽ ചില ആൾക്കാരൊക്കെ ഒരു എക്സസൈസ് ചെയ്തില്ലെങ്കിലും അവരുടെ ബോഡി വളരെ അത്ലറ്റിക് ബോഡി ആയിരിക്കും. ചില ആൾക്കാർ എത്ര ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും അവർക്ക് അങ്ങനെ ഓവർ തടിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ചില ആൾക്കാർ എത്ര വർക്കൗട്ട് ചെയ്താലും അവർക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവില്ല. ചില ആൾക്കാർ എത്ര ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലും വെള്ളം കുടിച്ചാൽ പോലും അവർ ഓവർ വെയിറ്റ് ആവും. പക്ഷേ അത് ഓരോരുത്തരുടെയും ബോഡി ടൈപ്പ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പക്ഷേ അതിലൊന്നും ഒരു കാര്യത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ഹെൽത്തി പേഴ്സൺ ആവാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വർക്കൗട്ടാണ്. നമ്മൾ വർക്കൗട്ട് അല്ലെങ്കിൽ എക്സസൈസിൽ നിങ്ങൾ പാലിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും റിസൾട്ട് നോക്കരുത്. വർക്കൗട്ട് ചെയ്യലോ റിസൾട്ട് ഡസൻ മാറ്റർ. റിസൾട്ടിലല്ല കാര്യം, അത് ചെയ്യുന്നുണ്ടോ, അതായത് കർമ്മത്തിലാണ് കാര്യം, പ്രവൃത്തിയിലാണ് കാര്യം, അല്ലാണ്ട് റിസൾട്ടിലല്ല. റിസൾട്ടിൽ ഒരിക്കലും നിങ്ങൾ വർക്കൗട്ടോ എക്സസൈസോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യരുത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും ഏകദേശം ഒരേ വെയിറ്റാണ്. നിങ്ങൾ ഡിസൈഡ് ചെയ്തു രണ്ടുപേരും ഓടാൻ പോകാമെന്ന് വെച്ചിട്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ഒരു മാസത്തിലൊരു 10 ദിവസം ഓടാൻ പോകുന്നുള്ളൂ. ഈ 10 ദിവസം ഓടാൻ പോയിട്ട് പുള്ളിക്കാരൻ ഒരു മാസം കൊണ്ട് 10 കിലോ കുറച്ചു. നിങ്ങൾ മാസത്തിൽ 20 ദിവസം ഓടാൻ പോകുന്നു. എന്നിട്ടും നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റിയത് 1 കിലോ മാത്രമേ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് തോന്നും രണ്ടുപേരും ബോഡി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ടായിരിക്കും കൂടുതൽ ഹെൽത്തി ആണെന്ന്. അല്ല, നിങ്ങളായിരിക്കും കൂടുതൽ ഹെൽത്തി. കാരണം നിങ്ങൾ മാസത്തിൽ 20 ദിവസം വർക്കൗട്ട് ചെയ്യുന്നു, പക്ഷേ പുള്ളിക്കാരൻ ചെയ്യുന്നത് മാസത്തിൽ 10 ദിവസമാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ദിവസം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നു, അങ്ങനെയാണ് ഒരു ഹെൽത്തി പേഴ്സൺ രൂപപ്പെടുന്നത്. അത് ലോങ് ടൈമിൽ നിങ്ങൾക്കത് അറിയാൻ സാധിക്കും. നിങ്ങളുടെ ചുറ്റുപാടിൽ തന്നെ നോക്കിയാൽ അറിയാം, വളരെ അത്ലറ്റിക് ബോഡിയുള്ള ഫിറ്റ് ബോഡി കാണുമ്പോൾ നമുക്ക് നല്ല അധികം ഓവർ വെയിറ്റ് ഇല്ലാന്ന് തോന്നുന്ന ആൾക്കാർക്കൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് എത്ര പേര് അറിയാം, അവർക്ക് കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷറൊക്കെ ഉള്ള. അതുപോലെ എനിക്കറിയാവുന്ന എത്രയോ ഓവർ തടിയാണെന്ന് തോന്നിക്കുന്ന ആൾക്കാരുണ്ട്, 50 വയസ്സിന് മേലെയുള്ളത്. അവർക്ക് 50 വയസ്സ് കഴിഞ്ഞിട്ടും ഈ കൊളസ്ട്രോളോ ഷുഗറോ യാതൊരുവിധ അസുഖങ്ങളില്ലാത്ത എത്രയോ പേരുണ്ട് തടിയുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം തടിയിലല്ല കാര്യം, നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിലാണ്. നിങ്ങൾ ഈ വർക്കൗട്ട് ആണെങ്കിൽ പോലും അതിൻ്റെ റിസൾട്ടിന് യാതൊരുവിധ പ്രാധാന്യവും ഇല്ല. ഇത് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നാണ് കാര്യം. അപ്പോൾ നിങ്ങളൊരു ഹെൽത്തി പേഴ്സണായിട്ട് തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം റിസൾട്ട് നോക്കാതെ മിക്ക ദിവസങ്ങളിലും ഒരു അരമണിക്കൂറെങ്കിലും എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള വർക്കൗട്ട് ആയിരിക്കണം. നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ് എല്ലാ ബോഡിക്കും നല്ലൊരു ഇളകുന്ന രീതിയിലുള്ള, അത്യാവശ്യം വേർക്കുന്ന രീതിയിലുള്ള വർക്കൗട്ട് നിങ്ങൾ ദിവസവും 20 മുതൽ 30 മിനിറ്റ് വരെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ലോങ് ടൈമിൽ നിങ്ങളായിരിക്കും ഹെൽത്തി പേഴ്സൺ. റിസൾട്ട് മൈൻഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല.